Hi everyone. So I'm Muhammad Nizamuddin. I'm your PM faculty. I'm an ACCA member and I have 4 years of corporate experience in accounts and taxation. And I'm also one of the rank holder in the paper performance management. ഓക്കെ സോ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ പെർഫോമൻസ് മാനേജ്മെന്റ് പേപ്പറിനെ കുറിച്ചിട്ട് ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് എക്സാം ടെക്നീക്കിനെ കുറിച്ചിട്ട് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു ടോപ്പിക്കും കൂടി ഡിസ്കസ് ചെയ്തിട്ട് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം എന്താണ് പി എം പേപ്പർ? എന്തായാലും ACCA കുറിച്ചിട്ട് ചെറുതായിട്ട് റിസർച്ച് ഒക്കെ ചെയ്തവർ കണ്ടിട്ടുണ്ടാവും. F5 പേപ്പർ റിലേറ്റീവ്ലി പാസ് റേറ്റ് ഒക്കെ കുറഞ്ഞ പേപ്പർ, പിന്നെ എല്ലാവരും ട്രിക്കാന്നൊക്കെ പറയുന്ന പേപ്പർ, അങ്ങനെയൊക്കെ ഭയങ്കര ഭീകരമായിട്ട് നമുക്കുള്ള ഒരു പേപ്പർ അല്ലേ. അപ്പോൾ PM പേപ്പർ എന്ന് പറയുമ്പം നമ്മൾ ഈ ACCA നോളജ് ലെവൽ എക്സംഷൻ എടുക്കാതെ വന്നൊരു MA എന്ന് പറയുന്ന കോസ്റ്റിംഗ് പേപ്പർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കോസ്റ്റിങ്ങിൻ്റെ ഒരു അഡ്വാൻസ്ഡ് പേപ്പർ ആയിട്ടാണ് PM വരിക. ഓക്കെ, കോസ്റ്റിംഗ് പേപ്പറിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പേപ്പറിൽ നമ്മൾ കോസ്റ്റിങ്ങും ബജറ്റിങ്ങും വേരിയൻസ് അനാലിസിസും ഒക്കെ അതിൻ്റെ ബേസിക് അവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അഡ്വാൻസും അത് കൂടാണ്ട് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ ഒരു മിഡ് ലെവൽ അപ്രോച്ച് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ലെവൽ അപ്രോച്ചാണ് എന്തിൽ PM പേപ്പറിലുള്ളത്. അപ്പോൾ PM പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എല്ലാ സംഭവങ്ങളും റിയൽ ലൈഫിലുള്ള സംഭവങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇങ്ങനെ തിയററ്റിക്കലി കുറേ കാര്യങ്ങൾ റൂളും സാധനങ്ങളൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ അകത്ത് മാനേജ്മെൻറ്റ്സ് നടത്തണ പല തരത്തിലുള്ള തീരുമാനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന, ഇവാലുവേഷൻ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ടെക്നിക്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു പേപ്പറാണെന്ത് PM പേപ്പർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ട് പ്രൊഫഷണൽ ലെവലിൽ ഒരു ഓപ്ഷണൽ പേപ്പർ ഉണ്ട്, അഡ്വാൻസ്ഡ് PM എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഇതിൽ ഒരു എന്താ പറയുക, ഒരു മോർ ദാൻ 80% അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അക്കതും. നമുക്ക് ഈ എന്താ പറയുക, എന്ത് സാധനങ്ങളും കാണുമ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ ഇവിടെ ഭാസ്കരേട്ടൻ്റെ കടയിൽ ഇങ്ങനെ നടത്താം, അല്ലെങ്കിൽ അവിടെ മിൽമൻ്റെ ഫാക്ടറിയിൽ ഇങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും എന്തിലേക്കെങ്കിലും കണക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്വന്തം ലൈഫിലുള്ള എന്താ പറയുക, സ്വന്തം ലൈഫിലുള്ള കോസ്റ്റിങ്ങും നമ്മുടെ ബജറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതാണ് ഈ പേപ്പർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാനൊക്കെ ACCA പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേപ്പറായിരുന്നു. അപ്പം നമ്മൾ ഈ സെഷൻ പ്ലാൻ ചെയ്തേക്കുന്നതും മൊത്തം സിനാരിയോ ബേസ്ഡ് എക്സാമ്പിൾസ് വെച്ചിട്ട് ഓരോ കോൺസെപ്റ്റിലും 100% അഷ്യൂരിറ്റി അല്ലെങ്കിൽ കൺസെപ്ച്വൽ നോളേജ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് മൂവ് ചെയ്യുള്ളൂ എന്നുള്ള രീതിക്കാണ് നമ്മൾ ഈ പേപ്പർ മൊത്തത്തിൽ പ്ലാൻ ചെയ്തേക്കുന്നത്. അത് കൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലും എന്ത് രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് ഈ പേപ്പറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ എക്സാമിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് 30 മാർക്കിന് 15 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ 30 മാർക്കിന് OTQ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 OTQ ക്വസ്റ്റ്യൻസ്. അതുകൂടാണ്ട് 2 കൺസ്ട്രക്റ്റീവ് റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. ഓക്കെ, പിന്നെ സിലബസ് വെയിറ്റേജും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പേപ്പർ അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഇന്ന് ക്ലാസ്സിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റെലവൻറ്റ് കോസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കാണ്. റെലവൻറ്റ് കോസ്റ്റിംഗ് MA ഒരു ചെറിയ ടോപ്പിക് ഉണ്ടായി. പിന്നെ നമ്മളെ PMൽ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് റെലവൻറ്റ് കോസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് റെലവൻറ്റ് കോസ്റ്റിംഗ്? റെലവൻറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആ പേര് പറയും പോലെ തന്നെ റെലവൻ്റ് ആയിട്ടുള്ള കോസ്റ്റ്, ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് റെലവൻ്റ് ആയിട്ടുള്ള കോസ്റ്റ്. ഓക്കെ, ആ റെലവൻ്റ് ആവണമെങ്കിൽ എന്തായിരിക്കണം, അത് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ദാറ്റ് ചേഞ്ചസ് ബിക്കോസ് ഓഫ് എ ഡിസിഷൻ. അതായത് ഫ്യൂച്ചർ ആയിട്ടുള്ളത് ആ കോസ്റ്റുകൾ ഫ്യൂച്ചർ ആവണം, ക്യാഷ് ഫ്ലോ ഉണ്ടാവണം, ഒരു ഡിസിഷനെ മാറ്റാൻ പറ്റണം. അങ്ങനെയുള്ള കോസ്റ്റുകൾ എന്താ പറയുന്നത്, റെലവൻറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് റെലവൻറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പം ഫ്യൂച്ചർ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ഉള്ള
ഡിസിഷനെ മാറ്റാൻ പറ്റുന്ന ഒരു കോസ്റ്റിനാണ് എന്ത് പറയുന്നത്, റെലവൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാസ്റ്റ് കോസ്റ്റ് എന്തല്ല, ഓൾറെഡി കഴിഞ്ഞ കോസ്റ്റ് എന്തല്ല, റെലവൻ്റ് അല്ല. നോൺ ക്യാഷ് ആയിട്ടുള്ള ഐറ്റംസ് റെലവൻ്റ് അല്ല. അൺചേഞ്ച്ഡ് ഡിസിഷൻ കാരണം മാറാത്ത കോസ്റ്റ് എന്തല്ല, റെലവൻ്റ് അല്ല. അപ്പം അതാണ് റെലവൻറ്റ് കോസ്റ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റെലവൻറ്റ് കോസ്റ്റിങ്ങിൽ വരുന്നുള്ള കീ പ്രിൻസിപ്പൽസ്. ഓക്കെ, അതായത് പലതരത്തിലുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് റെലവൻറ്റ് കോസ്റ്റിങ്ങിൻ്റെ അകത്തുള്ള പലതരത്തിലുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആ കോസ്റ്റുകൾ ഇൻകർ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് മുമ്പേ ഒരു ഡിസിഷൻ എടുക്കുന്നത് കൊണ്ട് മാറാത്തൊരു കോസ്റ്റ്. നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, ഒരു മിനറൽ വാട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി, ഓക്കെ, ബിസ്ലേരിയോ ഏതെങ്കിലും, അവർക്ക് പുതിയൊരു ടെൻഡർ കിട്ടി, പുതിയൊരു കസ്റ്റമറിൻ്റെ നിന്ന്, പുതിയൊരു ക്ലയൻറ്റിൻ്റെ നിന്ന് പുതിയൊരു ടെൻഡർ കിട്ടി. ഇന്ന ഷേപ്പിലുള്ള അവർക്ക് അവരുടെ കമ്പനിയിൽ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇന്ന ഷേപ്പിലുള്ള ബോട്ടിൽ വേണമെന്നുള്ളത് അവർക്ക് എന്ത് ചെയ്തു, പുതിയൊരു ടെൻഡർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ ടെൻഡർ ഏറ്റെടുക്കണോ, ആ ഓർഡർ ഏറ്റെടുക്കണോ വേണ്ടിയോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, റെലവൻറ്റ് കോസ്റ്റിംഗ് ടെക്നീക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഒരു മൊത്തത്തിലുള്ള പ്രോഫിറ്റ് ഒന്നും നോക്കുന്നില്ല. അവർ നോക്കുന്നത് എന്താണ്, അവർക്ക് എന്താണോ റെലവൻ്റ് ആയിട്ടുള്ള കോസ്റ്റ്, ഈ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ റെലവൻറ്റ് കോസ്റ്റുകൾ ഉണ്ട് എന്നുള്ളത് അവർ അനലൈസ് ചെയ്യാൻ പോവാണ്. അനലൈസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കൺസിഡർ ചെയ്യണം, എന്തൊക്കെ കൺസിഡർ ചെയ്യേണ്ട എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് സങ്ക് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഓൾറെഡി ഇൻകറായ കോസ്റ്റ്. അപ്പോൾ അവിടെ എന്താ, ഈ ബോട്ടിൽ മാനുഫാക്ചർ ചെയ്യാനൊക്കെ ഒരു മെഷീനൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കോസ്റ്റ് എന്തല്ല, റെലവൻ്റ് അല്ല. കാരണം എന്താണ്, ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓർഡർ വരുന്നത് കാരണം മാത്രം വാങ്ങുന്നതല്ലല്ലോ മെഷീന്. അപ്പം എന്തല്ല, ഓൾഡ് മെഷീൻ കോസ്റ്റ് എന്തല്ല, റെലവൻ്റ് അല്ല. അപ്പം അതുപോലത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാവുമായിരിക്കും അവിടെ. അതായത് ഓൾറെഡി അവർ ഇൻവെസ്റ്റ് ചെയ്ത കുറേ സംഭവങ്ങൾ ഉണ്ടാവുമായിരിക്കും ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിന്റിങ് മെഷീനും കാര്യങ്ങളൊക്കെ. ഇതൊന്നും എന്തിനാവശ്യമില്ല, ഈ ഒരു ഓർഡർ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. അപ്പം എന്തൊക്കെ സങ്ക് കോസ്റ്റുകളാണ്, എന്തൊക്കെ ഓൾറെഡി ഇൻകർ ചെയ്ത കോസ്റ്റ് ആണോ, അതൊന്നും റെലവൻ്റ് അല്ല. ഇനി കമ്മിറ്റഡ് കോസ്റ്റ്, അതായത് ഫ്യൂച്ചർ ഒബ്ലിഗേഷന് വേണ്ടിയിട്ട് ഓൾറെഡി അഗ്രി ചെയ്ത കുറേ കോസ്റ്റുകൾ ഉണ്ടാവും. അതായത് എന്താ, ഒരു 11 കൊല്ലത്തെ ലീസിനായിരിക്കും ആ ഫാക്ടറി റൺ ചെയ്യുന്നുള്ളത്. അപ്പൊ ഈ ഒരു ഓർഡർ എടുക്കുന്നതുകൊണ്ട് ആ ലീസ് പുതുക്കണ്ടയോ അല്ലെങ്കിൽ പുതിയൊരു ലീസ് എടുക്കേണ്ട ആവശ്യമില്ലാത്ത സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആ കോസ്റ്റ് റെലവൻ്റ് അല്ല. കാരണം അവർക്ക് ഓൾറെഡി അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒപ്പൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അവർ പൈസ തരാന്നുള്ളത് മുമ്പേ സമ്മതിച്ചാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് റെലവൻ്റ് അല്ല. കമ്മിറ്റഡ് കോസ്റ്റും സങ്ക് കോസ്റ്റും റെലവൻ്റ് അല്ല. ഇനി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുമ്പോൾ ബെനിഫിറ്റ് ഫോർഗോൺ വെൻ ചൂസിങ് വൺ ഓപ്ഷൻ. അതായത് നമ്മൾ ഈ ഒരു ഓർഡർ എടുക്കുന്നത് കാരണം നമുക്ക് നഷ്ടപ്പെടാവുന്ന പല അതർ ഓർഡേഴ്സ് ഉണ്ടാവില്ലേ. അതായത് ഇവര് ബോട്ടിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി അല്ലേ, ഇവർക്ക് എന്തുണ്ടാവാം, ഇവർക്ക് പുതിയ ഓർഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മണിക്കൂറിന് ആവശ്യം ഉണ്ടാവുമായിരിക്കും. ഈ 10 മണിക്കൂർ ഇവർ സാധാരണ ബോട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവർക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാമായിരുന്നില്ലേ, റവന്യൂ ജനറേറ്റ് ചെയ്യാമായിരുന്നില്ലേ. അത് ഈ ഓർഡർ കാരണം പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പം അതെപ്പോഴും കൺസിഡർ ചെയ്യണം. അത് നമ്മൾക്ക് ഡയറക്ട്ലി വിസിബിൾ അല്ലായിരിക്കും. അതിൻ്റെ കോസ്റ്റ് നമുക്ക് ഡയറക്ട്ലി വിസിബിൾ അല്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്, നമുക്ക് ഇതെടുക്കുന്നത് കൊണ്ട് അതവിടെ നഷ്ടമാവുന്നുണ്ട്. അപ്പം അതെന്താണ്, ഈ ഒരു ഡിസിഷനിലേക്ക് ഒരു കോസ്റ്റാണ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. നമ്മൾ റിയൽ ലൈഫിൽ തന്നെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ടാവും. എപ്പോഴും ജീവിതത്തിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഓപ്ഷൻ എടുക്കും. അപ്പം നമ്മൾ പറയും ഇതെടുത്തിരുന്നെങ്കിൽ അത് പോയിന്, അതെടുത്തിരുന്നെങ്കിൽ ഇത് കിട്ടിയേനെ. അപ്പം അങ്ങനെ നമ്മൾ പറയുന്ന സാധനത്തിനാണ് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻക്രിമെന്റൽ കോസ്റ്റ് ആ പേര് പറയുന്ന പോലെ തന്നെ സിമ്പിൾ ലോജിക്കാണ്. എക്സ്ട്രാ കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ഡിസിഷൻ. അതായത് ഇതിനു വേണ്ടി മാത്രം എക്സ്ട്രാ ആയിട്ട് എന്തൊക്കെ എക്സ്പെൻസ് വരുന്നുണ്ടോ അതിനെ പറയുന്നതാണ് ഇൻക്രിമെന്റൽ കോസ്റ്റ്. അതായത് ഇപ്പൊ പുതിയ ഷേപ്പിലുള്ള സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു എന്തെങ്കിലും ആഡ് ഓൺ വേണ്ടി വരുമായിരിക്കും. മെഷീനിൽ എന്തെങ്കിലും സാധനം ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുമായിരിക്കും. അല്ലെങ്കിൽ പുതിയൊരു സ്റ്റിക്കറിന്റെ സാധനങ്ങൾ വേണ്ടി വരുമായിരിക്കും. പിന്നെ അത് ചിലപ്പം ഒരു ഡിസൈനറിനെ കൊണ്ട് റെഡിയാക്കേണ്ടി വന്നിട്ട് ഒരു ഡിസൈനറിനെ ഹയർ ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പം അങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ ഇൻക്രിമെന്റൽ കോസ്റ്റാണ്. ഡയറക്ട്ലി ഈ ഒരു ഡിസിഷനിലേക്ക് എക്സ്ട്രാ ഇൻകർ ചെയ്യുന്ന കോസ്റ്റാണ്. അപ്പം
അപ്പോൾ അതെന്താണ്, അത് റെലവൻ്റ് ആണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഇൻക്രിമെൻ്റൽ കോസ്റ്റും എപ്പോഴും റെലവൻ്റ് ആണ്. സങ്ക് കോസ്റ്റും കമ്മിറ്റഡ് കോസ്റ്റും എപ്പോഴും ഇറലവൻ്റ് ആണ്. ഓക്കെ, ഇനി ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ വെക്കാം. ഓക്കെ, ഇവിടെ മെറ്റീരിയൽ എ, ഓക്കെ, മെറ്റീരിയൽ എ സ്റ്റോക്കിലുണ്ട്, നോ റീയൂസ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവിടെ റെലവൻസിൽ പറയുന്നുണ്ട് റിപ്ലേസ്മെന്റ് കോസ്റ്റ് ആണെങ്കിൽ എന്താണ് റെലവൻ്റ് ആണ് എന്നുള്ളതും പറയുന്നുണ്ട്. അതായത് മെറ്റീരിയൽ എ ഇപ്പൊ അവിടെ എന്താണ് വാട്ടർ ബോട്ടിലിനുള്ള പ്ലാസ്റ്റിക്കിന്റെ സാധനം ഉണ്ട്. ഓക്കെ, ഒരു എന്താ പറയാ, അത് മാനുഫാക്ചർ ചെയ്യേണ്ട സെറ്റപ്പിലുള്ള സാധനം ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോക്കിലുണ്ട്, അത് പിന്നെ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും എന്താ, ഇനി നാളെ സാധാരണ അവർ മിനറൽ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇത് വീണ്ടും വാങ്ങിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ് റെലവൻ്റ് ആണ്. കാരണം അത് നാളെ റീപ്ലേസ് ചെയ്യേണ്ടി വരും, ആ ഓർഡറിന് വേണ്ടിയിട്ട് നാളെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇനിയല്ല ആ മെറ്റീരിയൽ എ എന്ന് പറയുന്ന സാധനം എന്താണ് കംപ്ലീറ്റ്ലി നോ യൂസിനാണ്, ഒരു തരത്തിലുള്ള യൂസും ഇല്ല. അത് സ്ക്രാപ്പ് ചെയ്താൽ പോലും ₹1 കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ് ഇറലവൻ്റ് ആണ്. അത് വെറുതെ കളയുന്ന സാധനമാണ്. അവർ ഓൾറെഡി വാങ്ങിച്ചിട്ട് വെറുതെ കൂട്ടിയ സാധനമാണ്. ഓൾറെഡി അതിന്റെ ഒബ്ലിഗേഷനും കാര്യങ്ങളും കഴിഞ്ഞൊരു കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതെന്തല്ല റെലവൻ്റ് അല്ല. അല്ലാത്ത സാഹചര്യത്തിൽ അത് വേറൊരു ഓർഡറിന് വേണ്ടിയിട്ട് പിന്നെ അത് വാങ്ങിച്ച് കൂട്ടേണ്ട ആവശ്യമുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ അതിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് എപ്പോഴും എന്താണ് റെലവൻ്റ് ആണ്. ഇനി സ്ക്രാപ്പ് ചെയ്തിട്ട് അതിനൊരു പകുതി പൈസ കിട്ടുന്ന സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിലും അത് റെലവൻ്റ് ആണ്. അത് വരുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ അണ്ടറിലാണ്. കാരണം ഇത് നമ്മൾ ഉണ്ടാക്കുന്നില്ലെങ്കിലും നമുക്ക് സ്ക്രാപ്പ് ചെയ്തിട്ട് വേറെ പൈസ ഉണ്ടാക്കായിരുന്നു അതിൽ നിന്ന്. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും അവിടെ എന്താണ് ആ കോസ്റ്റും റെലവൻ്റ് കോസ്റ്റ് ആണ്. ഓക്കെ, ഇനി ലേബർ, സ്പെയർ കപ്പാസിറ്റിയിലുള്ള ലേബർ. ഓക്കെ, പക്ഷെ സ്പെയർ കപ്പാസിറ്റിയുള്ള ലേബറിനും പൈസ കൊടുക്കുന്നത് നമ്മൾ ഔട്ട്പുട്ടിനനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 100 ബോട്ടിൽ ഉണ്ടാക്കിയാൽ അയാൾക്ക് അങ്ങനെയാണ് പേയ്മെന്റ് മെത്തേഡ് എന്നുണ്ടെങ്കിൽ എന്താണ് ആ ക്യാഷ് ഔട്ട്ഫ്ലോ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലേബർ ആണെന്നുണ്ടെങ്കിൽ ആ ക്യാഷ് ഔട്ട്ഫ്ലോ എന്താണ് റെലവൻ്റ് ആണ്. പക്ഷെ അതേസമയം ഒരു ലേബർ മാസ ശമ്പളത്തിനൊക്കെയാണ്, അയാൾ ഇത് പണിയെടുത്തോ അത് പണിയെടുത്തോ, അയാൾക്ക് എന്തില്ല ശമ്പളത്തിൽ വ്യത്യാസമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് അത് ഇറലവൻ്റ് ആണ്. കാരണം അതും എന്താണ് ഓൾറെഡി ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈഡ് ചെയ്താണ്, അവർ കോൺട്രാക്റ്റിലുള്ളതാണ്, അവർക്ക് എന്താ കൊടുക്കണം എന്നുള്ളത്, പൈസ കൊടുക്കണം എന്നുള്ളത്, റെസ്പെക്റ്റീവ് ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ഓൾ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് റെലവൻ്റ് ആണ്. പക്ഷെ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് റെലവൻ്റ് ആണ്. ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് അവർക്ക് ഒരു ഫിക്സ്ഡ് സാലറി ആണെന്നുള്ളതുണ്ടെങ്കിൽ അതെന്തല്ല റെലവൻ്റ് അല്ല. ഇനി ഫിക്സ്ഡ് ഓവർ ഹെഡ്സ് അബ്സോർബ്ഡ്. ഓക്കെ, ഫിക്സ്ഡ് ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മളെ റെന്റ് പോലത്തെ സാധനങ്ങൾ അതൊക്കെ ഫിക്സ്ഡ് ആയിരിക്കുമല്ലോ. ഇനിയിപ്പം ഔട്ട്പുട്ട് ഈ കുപ്പി ഉണ്ടാക്കിയോ മറ്റു കുപ്പി ഉണ്ടാക്കിയോ എന്തായാലും പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും എന്തല്ല റെലവൻ്റ് അല്ല. ഡിപ്രീസിയേഷൻ ഒബ്വിയസ് ആണ്, അതൊരു നോൺ ക്യാഷ് ആയിട്ടാണ്. അതെന്താണ് ഇറലവൻ്റ് ആണ്. ഓക്കെ, ഇനി ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്തു ഇതൊക്കെ അനലൈസ് ചെയ്തു. പുതിയ ടെൻഡർ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്രത്തോളം പുതിയ കോസ്റ്റ് വരുന്നുണ്ട്, ഇതിനൊരു റിവൈസ്ഡ് റവന്യൂ അല്ലെങ്കിൽ റിവൈസ്ഡ് സെല്ലിംഗ് പ്രൈസ് ഒക്കെ കിട്ടി, നമുക്ക് നല്ലൊരു പൊസിഷനിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഓർഡറിനെ കണ്ടിന്യൂ ചെയ്യുന്നില്ല. കാരണം അവിടെ ക്വാളിറ്റേറ്റീവ് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടത് അനലൈസ് ചെയ്യേണ്ടിയുണ്ട്. ഓക്കെ, നമുക്ക് ഫിനാൻഷ്യലി വയബിൾ ആണെന്നുണ്ടെങ്കിലും നമ്മൾ നോൺ ഫിനാൻഷ്യലി ഓക്കെ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് ആ ഡിസിഷൻ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഓക്കെ, കാരണം ഇവിടെ എല്ലാ ഓർഗനൈസേഷനിലും നടക്കുന്ന എല്ലാ ഡിസിഷനിലും പ്യുവർലി ഫിനാൻഷ്യൽസ് വെച്ചിട്ടല്ല, പ്യുവർലി മോണിറ്ററി ബെനിഫിറ്റ്സ് വെച്ചിട്ടല്ല എല്ലാ ഡിസിഷൻസ് എടുക്കുന്നത്. കാരണം നമ്മൾ മാനേജറാണ്, നമ്മൾ ആ ലെവലിൽ തിങ്ക് ചെയ്യണം. നമ്മളെപ്പോഴും നോക്കേണ്ടത് പൈസ ഉണ്ടാക്കണം, അതേപോലെ നമ്മൾ ലോങ് ടേം വിഷൻ കൂടി ഉണ്ടാവണം. അപ്പൊ കസ്റ്റമർ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ റെഗുലർ സെയിൽസിന് ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, കപ്പാസിറ്റി ആൻഡ് എംപ്ലോയി മൊറാലിനെ ഇതാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ,
കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓർഡർ എടുക്കുന്ന കാരണം പല മറ്റു ഓർഡറുകൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യും, ആ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പിന് പ്രശ്നം ഉണ്ടാക്കും. അല്ലെങ്കിൽ നമ്മളൊരു റെപ്യൂട്ടഡ് കസ്റ്റമർ ഉണ്ട്, അവരും മറ്റവരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്നിട്ടാണ് നമ്മൾ ഇപ്പുറത്തെ ഓർഡർ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ നമ്മൾ ചിന്തിക്കാണ്ട് ഓക്കെ നമ്മളെ ഈ ഒരു ലോയൽ ആയിട്ടുള്ള കസ്റ്റമർ പോകുന്നുള്ളത്. പിന്നെ റെഗുലർ സൈസിലുള്ള ഇമ്പാക്ട്, അതേപോലെ തന്നെ നമ്മളെ കപ്പാസിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റൂല. നമുക്ക് എന്ത് ചെയ്യും ആ ഒരു സെയിൽസിന്റെ ഇന്റർവെല് പോയി പോവും. അതേപോലെ കപ്പാസിറ്റി ആൻഡ് എംപ്ലോയി മൊറാല്, അതായത് ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ എംപ്ലോയീസിനെ ഹയർ ചെയ്തിട്ട് നമ്മുടെ എംപ്ലോയീസിനെ നമ്മൾ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ നമ്മൾ ഒഴിവാക്കാണ്, ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് ഒഴിവാക്കാണ്. അവർക്ക് പേയ്മെന്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പണി കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മൊറാല് നഷ്ടപ്പെടും. അവരുടെ ഇടയിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതേപോലെ തന്നെ ലോങ് ടേം സ്ട്രാറ്റജിക് ഫിറ്റ്, അതായത് എപ്പോഴും ചിന്തിക്കുമ്പോൾ നമ്മൾ ലോങ് ടേമിലേക്ക് എത്രത്തോളം അത് ഉപകാരപ്പെടുന്നു എന്നുള്ളത് എപ്പോഴും ഒരു മാനേജർ എന്നുള്ള രീതിക്ക് ചിന്തിക്കാനുള്ളതാണ്. ഇനി എത്തിക്കൽ ആൻഡ് റെപ്യൂട്ടേഷണൽ ആസ്പെക്ട്, ആ ഒരു കസ്റ്റമറിന്റെ റെപ്യൂട്ടേഷനും ആ ഒരു കാര്യവും KYCയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം, അതായത് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് എപ്പോഴും ഒരു നോൺ ഫിനാൻഷ്യൽ ഫാക്ടറിനെ കുറിച്ച് സംസാരിക്കണം. ഇപ്പൊ ഈ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലൊക്കെ എപ്പോഴും നമ്പേഴ്സ് തരും, നമുക്ക് നമ്പേഴ്സും കാര്യങ്ങളും തരും, സിറ്റുവേഷനും തരും. നമ്മളെപ്പോഴും നമ്പറിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മളെ നോൺ ഫിനാൻഷ്യൽ ഫാക്ടറും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. നമ്മൾ കുറേ എക്സാമ്പിൾസും സിനാരിയോസും ക്വസ്റ്റ്യൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല രീതിക്ക് ഇതിൽ ഫിറ്റ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്വിക്കായിട്ട് എല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. അപ്പൊ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റെലവെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ഉള്ള ഒരു ഡിസിഷനെ മാറ്റാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഡിസിഷൻ കാരണം മാറുന്ന കോസ്റ്റുകൾക്കാണ് എന്ത് പറയുന്നത്, റെലവെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. റെലവെന്റ് കോസ്റ്റ് പറഞ്ഞാൽ ഫ്യൂച്ചർ ക്യാഷ് ഡിസിഷൻ സ്പെസിഫിക്. എന്ത് കോസ്റ്റ് കാണുന്നതാണെങ്കിലും നമ്മളിപ്പം ഏത് കാര്യം ഇനിയിപ്പം നാളെ മുതൽ നിങ്ങൾ എടുക്കുന്ന ഓരോ ഡിസിഷനിലും നിങ്ങൾ ചിന്തിക്കണം, ഓക്കെ ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാണ്ട്, അപ്പോൾ അതിലെന്തൊക്കെയാണ് റെലവെന്റ്, അത് നാളത്തേക്ക് വരുന്ന കോസ്റ്റ് ആണോ, ഓക്കെ ഫ്യൂച്ചർ ആണ്. ക്യാഷ് ഫ്ലോ, എൻ്റെ കീശയിൽ നിന്ന് പൈസ പോകുന്നുണ്ടോ, ഓക്കെ അതും റെലവെന്റ് ആണ്. ഇനി ഞാൻ ഈ എടുക്കുന്ന ഡിസിഷൻ കൊണ്ട് മാത്രം മാറുന്ന കോസ്റ്റ് ആണോ, എൻ്റെ ഈ ഡിസിഷൻ കാരണം മാത്രം മാറുന്ന കോസ്റ്റ് ആണോ, അങ്ങനെയാണെങ്കിലും അത് റിലവൻ്റ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഓരോ കാര്യം, ഓരോ സിനാരിയോയും, ഓരോ ഡിസിഷന്റെ സിനാരിയോ കാണുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് അതിലത്തെ റെലവെന്റ് കോസ്റ്റിന്റെ പോർഷൻ കാണാൻ പറ്റണം. ഇനി ഇറലവെന്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്, നേരെ ഓപ്പോസിറ്റ്. ഓൾറെഡി ഇൻകർ ചെയ്ത കോസ്റ്റ് ആണ്, സങ് കോസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതെന്തല്ല റെലവെന്റ് അല്ല. ഇനി നോൺ ക്യാഷ് ആണ്, ഡിപ്രീസിയേഷൻ പോലത്തെ ആണ്, പൈസ ഒന്നും പോകുന്നില്ല, ഒരു കോസ്റ്റ് ആണ്. ഇതിൽ കാണിക്കും പ്യാൻഡലിൽ ഒരു കോസ്റ്റ് ആയിട്ട് കാണും, പക്ഷെ നോൺ ക്യാഷ് ആണ്. അങ്ങനെയാണെങ്കിലും അതെന്തല്ല റെലവെന്റ് അല്ല. ഇനി ഒരു ഡിസിഷൻ കാരണം മാത്രം മാറുന്ന കോസ്റ്റ് അല്ല, മാനേജറിന്റെ സാലറി അല്ലെങ്കിൽ റെന്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഡിസിഷൻ കാരണം മാറാൻ പോകുന്ന കോസ്റ്റ് ഒന്നുമല്ല, പക്ഷെ കോസ്റ്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിലും അതെന്തല്ല റെലവെന്റ് അല്ല. ഇനി ഓൾവേസ് കൺസിഡർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അതായത് എപ്പോഴും ഹിഡൻ ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിരിക്കും അത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മളെ ലൈഫിൽ തന്നെ കുറേ കണ്ടിട്ടുണ്ടാവും, നമ്മൾ എപ്പോഴും പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഓക്കെ എഞ്ചിനീയറിംഗ് എടുക്കണോ ACC എടുക്കണോ, ACC എടുത്താൽ ഇങ്ങനെ, എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിട്ട് ഇത് നമുക്ക് നഷ്ടമാവും. അപ്പം അതിനെയാണ് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നത് കാരണം നമുക്ക് നഷ്ടമാകുന്ന മറ്റൊരു കോസ്റ്റ്, അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതെപ്പോഴും കൺസിഡർ ചെയ്യണം. ഓരോ നമ്മൾ ഡിസിഷൻ എടുക്കുന്ന സമയത്തും അത് എപ്പോഴും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓൾവേസ് റിലവെന്റ്. ഓക്കെ, അങ്ങനെ കമ്പൈൻഡ് ഫിനാൻഷ്യൽ ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, എപ്പോഴും നമ്മൾ ഫിനാൻഷ്യൽ ആസ്പെക്ട് നോക്കിയിട്ട് എപ്പോഴും നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസും കൂടി നടത്തിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു മാനേജറാകുമ്പോൾ നമ്മൾ മേലെ ഇരിക്കുക. ഓക്കെ, നമ്മളെ കയ്യിലെ കമ്പനീൻ്റെ ഓരോ ഡിസിഷൻ്റെ കാര്യം, നമ്മളൊരു ടീമായിരിക്കും. അപ്പോൾ ടീം പറയുന്നുണ്ട്, ഓക്കെ ഞാനിങ്ങനെ നല്ല ചെയ്ത് കൊടുക്കുന്നത്,
ഓക്കെ ഓക്കെ ഇങ്ങനെ പൈസ ഉണ്ട്, ഇത്രത്തെ കൊണുണ്ട്, അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്നിട്ട് നമ്മൾ നോക്കാന്ന് ഓക്കെ നോൺ ഫിനാൻഷ്യലായിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പോകും, ഇങ്ങനെ ആയാൽ നമുക്ക് ഇത്രത്തോളം റെപ്യൂട്ടേഷന് ഇത്രത്തോളം ബാധിക്കും, നമ്മളതിന് ഫ്യൂച്ചറിന് വേദം ഉണ്ടാക്കും. അപ്പം അങ്ങനെ പല സിറ്റുവേഷൻ അല്ലെങ്കിൽ പല സിനാരിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു പുതിയൊരു കസ്റ്റമർ വരുന്ന കാരണം കമ്പനീൻ്റെ കംപ്ലീറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ ഇടിവ് വരുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഓരോ ആൾക്കാർ ബഹിഷ്കരിക്കുന്ന സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പലതും ഏതെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന അവരാണ് ഇവരെ ക്ലയൻ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലോബലി ബാധിക്കുന്ന സംഭവങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഏതെങ്കിലും ടീമാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ എന്ത് വരാറുണ്ട് മൊത്തത്തിലൊരു റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഈ PMA പേപ്പറിൽ എപ്പോഴും നമുക്ക് ഓരോ ടോപ്പിക് എടുക്കുന്ന സമയത്തും എന്തുണ്ടാവും, അവിടെ ഫിനാൻഷ്യലായിട്ട് നമുക്ക് കാൽക്കുലേഷൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ടാവും. അതേപോലെ തന്നെ ഈക്വലി നമ്മൾ എന്തിനും കൊടുക്കണം ഇമ്പോർട്ടൻസ്, ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ഫാക്ടറിനും കൂടി നമ്മൾ ഇത് കൊടുക്കണം. അത് പ്യുവർലി സിനാരിയോ ബേസ്ഡ് ആയിരിക്കും. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടാവും. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ കാണാനും പറ്റും. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഒക്കെ വായിച്ചെടുക്കണം എന്നേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ പ്രാക്ടീസ് ചെയ്ത് അതിനുള്ള ക്രാക്ക് ചെയ്യുന്ന ഫോർമുല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ക്ലാസ്സിൽ വെച്ചിട്ട് കാണാം.